ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബീരാന് രേവതീനെ കണ്ടിട്ട് പേടിച്ചോടി നേരെ ശ്രുതിയുടെ കടയിലേക്ക് കയറുകയാണ്. അങ്ങനെ കടയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ബീരാൻ പറയുകയാണ്, എന്നെ ഒരു പെണ്ണ് ഓടിച്ചു എന്ന്. ഏത് പെണ്ണാണെന്നൊന്നും പറയുന്നില്ല. ആ ഒരു വെപ്രാളം കൊണ്ട് എന്നെ ഒരു പെണ്ണ് ഓടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പെണ്ണ് ഓടിച്ചെന്നോ? ഏത് പെണ്ണ്? എന്തിനാ തന്നെ പെണ്ണ് ഓടിക്കുന്നത്? അതോ താൻ പെണ്ണിനെ ഓടിച്ചോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരിക്കലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല. ഞാൻ പതിവ്രതൻ. പിന്നെ ഒരു കാരണമില്ലാതെ ഒരു പെണ്ണ് ഓടിക്കുവോ? ഏത് പെണ്ണ നിങ്ങൾ ഓടിച്ചിങ്ങോട്ടേക്ക് വിട്ടത്? അതെ, ഈ ഇങ്ങനെ ഇതൊക്കെ കെട്ടുന്ന പെണ്ണില്ലേ, പൂ കെട്ടുന്ന പെണ്ണോ? അതേത്? അത് പിന്നെ സച്ചിയുടെ ഭാര്യ രേവതി. ഇത് കേട്ടത് നമ്മുടെ മീരയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ഞെട്ടിപ്പോയിട്ട്. അപ്പം ശ്രുതി ചോദിച്ചു, രേവതി എന്തിനാ നിങ്ങളെ ഓടിച്ചത്? ആ അത് പിന്നെ ഞാനേ ഒരു ചെറിയ സീരിയലിലെ വേഷം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സ്കൂട്ടറൊക്കെ ഓടിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് രേവതി വരുന്നത് കണ്ടത്. അയ്യോ, ഞാൻ അഭിനയം വേണ്ടെന്ന് വെച്ച് സ്കൂട്ടർ എടുത്ത് പാറപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടു. രേവതി എൻ്റെ പുറകെ തന്നെ വന്നു. എങ്ങനെയാ ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഒരു ടേണിങ് എത്തിയപ്പോൾ പിന്നെ അവളെ കണ്ടില്ല. ഞാനാ ഞാൻ അതുകൊണ്ടാ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്ക് മീര ചോദിച്ചു, അല്ല അദ്ദേഹത്തെ ഇദ്ദേഹത്തെ അവക്ക് മനസ്സിലായി കാണുമോ? അതുകൊണ്ടാണല്ലോ മീരെ പുറകെ വന്നത്. അല്ല, അവള് വീട്ടിൽ പറഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? ഇതൊക്കെ കൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് നിങ്ങളോട് പറഞ്ഞത്. കേക്കണ്ട, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ എങ്ങനെ അഭിനയിക്കാൻ പറ്റും? എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? പിന്നെ അവരെൻ്റെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യുമോ? ജോഷി സാറ് വിളിക്കുന്നത് വരെ വെറുതെ ഇരിക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ആ പ്രൊഡ്യൂസർക്ക് ദിവസവും ചിക്കനും മട്ടനും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാ ഒപ്പിച്ചെടുത്തത്. അത് പോയി കിട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു? നേരെ ചെന്ന് നമ്മുടെ ബീരാന്റെ ഇങ്ങനെ കോളറിലങ്ങ് പിടിച്ചിട്ട്, നിങ്ങളെ ഉണ്ടല്ലോ ഞാനെന്ന് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു, വീട് ഇത് ഷോറൂമാ, നീ എന്താ ശ്രുതി ഈ കാണിക്കുന്നത്? അപ്പോഴത്തേക്കും ബീരാൻ പറഞ്ഞു, ഞാനവൾക്ക് പിടികൊടുത്തില്ലല്ലോ, സംശയം കൊണ്ട് അവൾ എൻ്റെ പുറകെ വന്നത്. ഒന്ന് മനസ്സിലാക്ക്. അവൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞാല് ഇത് ഞങ്ങളുടെ ഇളയച്ചനെയല്ല, അദ്ദേഹം പുറത്തെവിടെയോ ഉള്ളതാണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ? അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പോരെ? പിന്നെന്താ? തീർന്നില്ലേ പ്രശ്നം? അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, ശ്രുതി അങ്ങനെ നീ പറഞ്ഞാൽ മതി, പേടിക്കാനൊന്നുമില്ല. പൂ തരാനായിട്ട് രേവതി ഇപ്പം ഇങ്ങോട്ടേക്ക് വരും മീര. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഓഹോ, നിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനായി നിന്റെ ഇളയച്ചൻ ഡൽഹിയിൽ നിന്ന് ഇന്ന് എത്തിയെന്ന് പറയണം. അല്ല, നിങ്ങളെ സീരിയൽ ലൊക്കേഷനിൽ കണ്ടില്ലേ? അവൾക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ തന്നെയാണോ എന്ന്. ഇപ്പം അവള് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നിങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിക്കില്ലേ? അവള് കള്ളക്കളിയൊക്കെ പൊളിയില്ലേ? എൻ്റെ പൊന്നു ബീരാനിക്ക, സമ്മതിച്ച് ഞാൻ. നിങ്ങള് മലേഷ്യയിലെ ഇളയച്ചനൊന്നും അല്ല, ഇവിടത്തുകാരനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ രേവതിക്കുണ്ട്. എൻ്റെ ജീവിതം കൊണ്ട് കളിക്കരുതേ നിങ്ങൾ. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി ഒളിക്കുക. അല്ല, അവൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ? പുറത്തിറങ്ങി ഞാൻ അവളുടെ മുന്നിൽപ്പെട്ട എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്. ശ്രുതിയല്ല, മീര പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, ഇന്ന് വേണ്ട, നാളെ മതി എന്ന് നീ ഫോൺ വിളിച്ചു പറയാ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. അങ്ങനെ ഫോൺ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഏതായാലും ഫോൺ വിളിക്കാനൊന്നും പറ്റിയില്ല, ആ ഒരു സമയമൊന്നും കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ രേവതി നേരെ എത്തുകയാണ് കടയിലേക്ക്. പേടിച്ചു പോയിട്ടോ നമ്മുടെ ശ്രുതി, ആകപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. നമ്മുടെ ശ്രുതിയല്ല ആദ്യം കണ്ടത്, മീരയാട്ടോ കണ്ടത്. മീര ചെന്ന് ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി ഇനി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ദേ അവള് ഷോറൂമിന്റെ ഫ്രണ്ടിൽ എത്തിയെന്ന്. ഇത് കേട്ടതും ബീരാനി ഞെട്ടിപ്പോയി, ശ്രുതി ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്ക് ശ്രുതി, അയ്യോ രേവതി വന്നു, ഇനിയിപ്പോ എന്താ ചെയ്യുക? മീര എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അതിന് ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം. ഇദ്ദേഹത്തെ ഞാൻ ഒളിപ്പിച്ചോളാം. എവിടെ ഒളിപ്പിക്കേണ്ടത് ഇദ്ദേഹത്തെ? അതെ, ഞാൻ 85 കിലോയേ ഉള്ളൂ, എന്നെ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക, നീ ഒരു കാര്യം ചെയ്യ, പൂ മേടിച്ച് പെട്ടെന്ന് പറഞ്ഞു വിടും, ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ബീരാനിക്കനെ വലിച്ചെടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അകത്തേക്ക് കയറി വന്നു.
അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, ശ്രുതി ഞാൻ കുറച്ച് വൈകിപ്പോയോ? ഏയ് സാരമില്ല, ദിവസവും രാവിലെ മാലയും പൂക്കളും ഒക്കെ എത്തിക്കണം കേട്ടോ. ആ എത്തിക്കാലോ. പിന്നെ ക്യാഷ് മാസാവസാനം ഒന്നിച്ച് തന്നാ പോരെ? ആ അത് മതി അത് മതി, അതാ എനിക്കും നല്ലത്. മാസാവസാനം ഒന്നിച്ച് തന്നാ മതി. അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ പൂ കൊടുക്കണ്ടേ? തിരക്ക് കാണില്ലേ? രേവതി പൊക്കോ. സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ പൂ കൊടുത്തു, ഇനി തിരക്കൊന്നും ഇല്ല ശ്രുതി, ഇനി വലിയ കാര്യമായിട്ട് തിരക്കൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, പൂവൊക്കെ എടുത്ത് ആ ഫോട്ടോയിൽ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, ഞാൻ പൂവിട്ട് തരാം. ഞാൻ പൂവിടാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ല എത്തുന്നില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. ശ്രുതിയാണെ പൂവിട്ടിട്ട് അങ്ങ് എത്തുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അയ്യോ വെറുതെ താഴെ ചാടിച്ച് കളയണ്ട, ഞാൻ ഇട്ട് കൊടുത്തോളാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ബീരാനിക്ക് പറഞ്ഞു, ഒരു ഫോട്ടോയിൽ ഒരു മാല ചാർത്താൻ പോലും അറിയത്തില്ല, കഷ്ടം. അപ്പോഴത്തേക്ക് രേവതി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാല ചാർത്താൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നിനക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. ബീരാനിക്കയും മീര ഇത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാല ഇട്ടിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, കണ്ടോ ഇങ്ങനെയാണ് മാല ചാർത്തേണ്ടത്, ചാർത്തേണ്ട രീതിയിൽ ചാർത്തിയാലേ ഇതിങ്ങനെ കിടക്കത്തുള്ളൂ. ആ അല്ല ശ്രുതി, നീ അല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ ഉത്തരേന്ത്യയിലാണെന്ന്? നിന്റെ ഇളയച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ കണ്ടായിരുന്നു. എങ്ങനെ? അയ്യോ, ഇയാളെ അച്ഛനെ കാണണമെങ്കിൽ നീ ദുബായിക്ക് പോകേണ്ടി വരും. ഉം, രേവതി, ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഇപ്പം ദുബായിലെത്തി. ഇപ്പം അദ്ദേഹം ദുബായിലാ ഉള്ളത്, ദുബായില്. അല്ല, ദുബായിലുള്ള അദ്ദേഹത്തെ നീ എങ്ങനെ കാണാനാ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല ശ്രുതി, ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ കണ്ടായിരുന്നു. അത് ശ്രുതിയുടെ ഇളയച്ചനെ പോലെ തന്നെയുണ്ട്. ഉം അത് ഒരാളെ പോലെ ഈ 7 പേരുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഇളയച്ചനെ പോലെ വേറെ ആരെങ്കിലും ആയിട്ടും കണ്ടത്. ഈ ഒരു സമയത്താണ് ശ്രുതി എന്ന് പറയുന്ന ഒരു വിളി വന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി, നീ ഡീലറെ കാണാൻ പോയില്ലേ? അദ്ദേഹം സ്ഥലത്തില്ല, വൈകുന്നേരം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വെറുതെ കുറെ എൻ്റെ സമയം പോയത് മാത്രം മിച്ചം. അല്ല ഇവളെന്താ ഇവിടെ? ഇതെന്താ രേവതി ഇവിടെ നിൽക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കാര്യം പറയാണ്, മാല കൊണ്ടുവരാൻ വേണ്ടിയാണ് രേവതി വന്നത്, അതുകൊണ്ടാണ് രേവതി ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ദിവസവും ഇനി നേരത്തെ തന്നെ മാല എത്തിക്കണം കേട്ടോ, നേരത്തെ തന്നെ എന്നിങ്ങനെ നമ്മുടെ രേവതിയോട് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി എവിടെ പോവാ? ഞാനേ ഈ സ്റ്റോക്കൊക്കെ ഒന്ന് നോക്കാൻ പോവാ. അത് കമ്പ്യൂട്ടറിൽ കാണില്ലേ, അതിൽ നോക്കിയാ പോരെ? ഏയ്, ഞാൻ തന്നെ എല്ലാം നോക്കി കണ്ട് ചെയ്താലേ എല്ലാം എൻ്റെ മെമ്മറി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് സ്റ്റോക്ക് എത്രയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നോക്കാൻ പോവാ. ശ്രുതിക്ക് പേടിയാട്ടോ, വീരാനിക്കാനും എല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ. അങ്ങനെ നമ്മുടെ ശ്രുതി ആദ്യം ഫ്രിഡ്ജിന്റെ കണക്കെടുക്കാന്നും പറഞ്ഞുകൊണ്ട് 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് എണ്ണുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും രേവതിയും അവിടെ നിപ്പുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്താണ് അവിടെ നമ്മുടെ മഹേഷും സച്ചിയും കൂടെ വരുന്നത് നമ്മുടെ ശ്രുതിയുടെ കടയിലേക്ക്. വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചി മഹേഷിനോട് പറയുക, എങ്ങനെയുണ്ട് നോക്കടാ, അടിപൊളിയല്ലേ, വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ കണ്ടു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ദേ ശ്രുതി, സച്ചേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞ് സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഇതെന്താ സച്ചേട്ടൻ ഇവിടെ? ഓഹോ, നീ എന്താ ഇവിടെ? ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്കായുമായിട്ട് മീര അവിടുന്ന് മാറ്റി വലിച്ചെടുത്തോണ്ട് പോവുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എങ്ങാണോ സച്ചി കണ്ടുണ്ടല്ലോ, കോഴി പീസാക്കുന്നത് പോലെ ഉണ്ടല്ലോ, നിങ്ങളെ പീസാക്കും. ദേ, കോഴിയെ വെട്ടി ഞാൻ പീസാക്കില്ല, തെറ്റ് പറയരുത്, ഞാൻ ആടിനെയാണ് വെട്ടി കൂട്ടി കൊടുക്കുന്നത്. ഓ, ആടെങ്കി ആട്, ഇയാളെ ഇപ്പൊ ഞാൻ എവിടെ ഒളിപ്പിക്കാം? അവര് വല്ലതും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ഒരു കാര്യം ചെയ്യാം, ഈ ഫ്രിഡ്ജിനകത്ത് കയറി ഒളിച്ചോ. ഇതിനകത്ത് കയറി ഒളിക്കാനോ? ഞാനോ? ഇതിനകത്ത് കയറി ഒളിക്കാന്നേ, ഒന്ന് കയറി ഒളിക്ക്. പിന്നെ അതിന് വേറെ ആളെ നോക്കണം, ഞാനൊന്നും ഒളിക്കത്തില്ല. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഫ്രിഡ്ജിനകത്ത് ഒളിക്കാന്. ഇതിനകത്ത് കയറി എനിക്ക് ശ്വാസം മുട്ടും. കുറച്ച് നേരത്തേനല്ലേ, ശ്വാസം ഒന്നും മുട്ടില്ല. എന്റെ പൊന്ന് ബീരാനിക്ക, വന്ന് കേറാൻ നോക്ക് പ്ലീസ്, ഞാൻ കാല് പിടിക്കാൻ, വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ. ഞാനോ? ഇതിനകത്തോ? ഞാൻ ചത്തുപോയാലേ ജോഷി സാറിന്റെ പടത്തില് വേഷം വേറെ ആണുങ്ങൾ ചെയ്യും. ഏയ്, അതിന് പറ്റില്ല, എനിക്ക് പറ്റില്ല. ഞാനേ ഇതിന് പുറകിൽ ചെന്നിരിക്കാം. പുറകിൽ ചെന്നിരിക്കാന്നോ? പുറകിൽ ചെന്നിരിക്കാം. ദേ ഇങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞ് പുറകിലിരിക്കുകയാണ്. പുറകിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, വീരാനിക്കല്ലേ,
ഇടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാലൊക്കെ കാണാനൊക്കെ സാധിക്കൂട്ടോ. എങ്കിലും അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ കാണിക്കുന്നത്. അപ്പൊ രേവതി ചോദിച്ചു, എന്തിനു സച്ചിൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ? അതെ, ഇവനൊരു ഫ്രിഡ്ജ് വേണം മഹേഷിന്, അതുകൊണ്ടാണ് ഇവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ സുധി, ഇവനൊരു ഫ്രിഡ്ജ് കാണിച്ചു കൊടുത്തേ. വായി നോക്കാൻ വേണ്ടി വന്നതാണോ അതോ ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണോ അതോ മേടിക്കാൻ വേണ്ടി വന്നതാണോ? ഇവിടെ വേറെ എക്സിബിഷൻ ഒന്നും അല്ല നടക്കുന്നത്, കാണാൻ വേണ്ടി ഒന്നും അല്ല. കസ്റ്റമറിനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അപ്പൊ നമ്മുടെ മഹേഷ് പറഞ്ഞു, ഞാൻ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. അത് ഇനി ഇവിടെ ഉള്ളതെല്ലാം നല്ല ഫ്രിഡ്ജ് തന്നെയാ, പ്രത്യേകിച്ച് ഞങ്ങൾ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, നോക്കിക്കോളാൻ പറഞ്ഞു നമ്മുടെ സുധി. അങ്ങനെ രേവതിയും സച്ചിയും മഹേഷും കൂടെ ഫ്രിഡ്ജുകളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പോഴത്തേക്കാണ് അവിടെ മീര നിൽക്കുന്നത് നമ്മുടെ രേവതി കണ്ടത്. അപ്പൊ രേവതി ചെന്നിട്ട്, മീരെ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നതായിരിക്കൂല്ലേ? അതെ, ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ബീരാനിക്കല്ല മീര ശ്രുതിയോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞു രേവതിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് മീര പറഞ്ഞു, അവരെല്ലാ ഫ്രിഡ്ജ് നോക്കുവോ? അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെ, ബീരാനിക്ക് ആ ഫ്രിഡ്ജിന്റെ ബാക്കിലുണ്ടോ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ഒളിപ്പിച്ചിരിക്കുക, അവിടെ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. എടി മണ്ടി, നിനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? വേറെ എവിടെയെങ്കിലും ഒളിപ്പിക്കത്തില്ലായിരുന്നോ? പിന്നെ ഇവര് ഫ്രിഡ്ജ് മേടിക്കാൻ വരുന്നത് ഞാൻ അറിഞ്ഞോ? നീ പെട്ടു ശ്രുതി, പെട്ടു. നിന്റെ കാര്യം പോക്ക് തന്നെയാ, കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ നമ്മുടെ സച്ചി വന്നു കേട്ടോ. നമ്മുടെ ബീരാനിക്ക ഇരിക്കുന്ന ആ ഫ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ സച്ചിക്ക്. അപ്പൊ മീരയല്ല രേവതിയും പറഞ്ഞു, എനിക്കും ഈ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടു, ഇത് നല്ല ഫ്രിഡ്ജ് തന്നെയാണ്. അപ്പം ഈ ഫ്രിഡ്ജ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഇപ്പം സുധി അവിടെ നിൽപ്പട്ടോ. സുധിയോട് ചോദിച്ചു, അതിന്റെ വിലയൊക്കെ തന്നെയല്ലേ ഇതിനും? വിലയൊക്കെ ഒന്ന് തന്നെയാണ്, വില എല്ലാത്തിനും ഒരുപോലെ, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വേണേൽ ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു, അത് ശരിയാ, ചെക്ക് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന്. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മീര ഓടി വന്നിട്ട്, അതെ, ഈ ഫ്രിഡ്ജ് മേടിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്നോ? അതെന്താ? ഈ ഫ്രിഡ്ജ് മേടിച്ചാല് ഇവിടെ വേറെ എത്ര ഫ്രിഡ്ജ് കിടക്കുന്നു, ഇവിടെ ഈ ഫ്രിഡ്ജ് തന്നെ വേണമെന്ന് നിങ്ങൾക്ക് എന്താ എത്ര നിർബന്ധം? ഓഹോ, അത് കൊള്ളാം, ഞങ്ങൾ ഈ ഫ്രിഡ്ജ് മേടിച്ചെന്ന് ഓർത്തോണ്ട് എന്താ കുഴപ്പം? അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, നീ മാറി നിൽക്ക് മീരെ, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരെടുത്തോട്ടെ. ഇല്ല, ഇത് ഞാൻ വിട്ടു തരത്തില്ല. തരത്തില്ലെന്നോ? നീ എന്താ പറയുന്നത്? ശ്രുതി, ഇവളെന്താ ഈ പറയുന്നത്? ഇവക്കെന്താ വട്ടായോ? ഇവൾക്കെന്താ പ്രശ്നം എന്നിങ്ങനെ ശ്രുതി ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് അത് പിന്നെ അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുക്കി മൂളി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് പിന്നെ അത് അവക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, അവള് നേരത്തെ ഇത് പറഞ്ഞതാ. അപ്പോഴത്തേക്ക് മീര പറഞ്ഞു, അതെ 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 അതെ, എനിക്ക് ഫ്രിഡ്ജ് വേണം, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാ, ഞാനിത് മേടിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴത്തേക്ക് ശ്രുതി അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. ശ്രുതി, നീ ഫ്രിഡ്ജ് മേടിക്കാൻ വന്നാലല്ലോ, ശ്രുതിയെ കാണാൻ വന്നാലേ? അത് പിന്നെ അവളെ കാണാൻ വന്നാല് എനിക്ക് ഫ്രിഡ്ജ് മേടിച്ചൂടെ? അപ്പോഴത്തേക്ക് മഹേഷ് പറഞ്ഞു, എനിക്ക് ഈ ഫ്രിഡ്ജ് ഇഷ്ടമായി, എനിക്കിത് മേടിക്കണം എന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, മീരെ, ഒരാളുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പിന്നെ ഈ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിക്കാൻ വേണ്ടി വെച്ചത്. അപ്പോഴത്തേക്കുവാ, അപ്പം ഇത് നിനക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ സുധി, നിങ്ങള് ഇവക്ക് വേറൊരെണ്ണം കാണിച്ചു കൊടുക്കുക, ഇത് മഹേഷിന്റെ അടുത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബീരാനിക്ക് ചീ എന്ന് പറഞ്ഞൊരു തുമ്മല് തുമ്മിട്ടോ. ചീ എന്ന് പറഞ്ഞൊരു തുമ്മല് തുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീര എന്ത് ചെയ്തു? ചുമ്മാ അഭിനയിക്കുക വീണ്ടും, ചി 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 എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ മീര തുമ്മിതാണെന്ന് അങ്ങ് അറിഞ്ഞോളൂല്ലോ. അപ്പൊ സച്ചി പറഞ്ഞു, എന്തെങ്കിലും ആട്ടെ, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നീ മഹേഷിന് ഈ ഫ്രിഡ്ജ് കൊടുക്ക്, ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് മാസാമാസം ഇവൻ പൈസ തന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഇൻസ്റ്റാൾമെന്റ് ഒന്നും തരാൻ പറ്റത്തില്ല, ഇവിടെ ഇൻസ്റ്റാൾമെന്റ് ഒന്നും ഇല്ല. അതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ആ, ഇവിടെ അങ്ങനെ ആർക്കും ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ഒരു സാധനവും കൊടുക്കില്ല, റെഡി ക്യാഷ് എന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, മറ്റെല്ലാവരെയും പോലെ അല്ലല്ലോ ഞാനല്ലേ നിന്നോട് ചോദിക്കുന്നത്, ഞാൻ നിന്റെ ഏട്ടനല്ലേ, എനിക്ക് വേണ്ടി നീ ഒരു ഫ്രിഡ്ജ് കൊടുക്ക്, മാസം കൃത്യമായിട്ട് അവൻ കാശ് തരും. അതൊന്നും നടക്കില്ല, നീ എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ ഇൻസ്റ്റാൾമെന്റിൽ സാധനം കൊടുക്കില്ല. അത് ഞാനാ പറയുന്നത്. ഇതേ എന്റെ ബിസിനസ് പോളിസിയാ. എന്ത് പോളിസിയാടാ സുധി? ഞാൻ ഗ്യാരണ്ടി, ഇവൻ ക്യാഷ് തരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് തന്നെയാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ആർക്ക് വേണ്ടിയും നമ്മൾ പോളിസി മാറ്റരുത്. പിന്നെ മീര ഫുൾ ക്യാഷ് തരൂ എന്നല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ അവക്ക് കൊടുത്താ പോരെ? അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, ഞാൻ ഫുൾ എമൗണ്ടും തരും, എന്നാല് ഈ ഫ്രിഡ്ജ് നിനക്ക് തരാം, അത് ഞാൻ ഉറപ്പിച്ചു. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഇൻസ്റ്റാൾമെന്റിന് ഫ്രിഡ്ജ് മേടിച്ചു തരാന്ന് പറഞ്ഞ് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് വന്നത്, ഇപ്പം ഇതെങ്ങനെയാ ഇരിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്. ഇതെന്റെ കടയാടാ, ഞാനാടാ ഇവിടുത്തെ മുതലാളി, ആർക്ക് ഇൻസ്റ്റാൾമെന്റിൽ സാധനം കൊടുക്കണം
കൊടുക്കണ്ടെന്നൊക്കെ ഈ സുധി സാറ് തീരുമാനിക്കും. ഓ, ഒരു വലിയ മുതലാളി, നീ ഒരു ഫ്രിഡ്ജ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പൊഴിഞ്ഞു പോവുകടാ എന്ന് പറഞ്ഞ് വഴക്ക് കൂടാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ വേണ്ട, ഒരു വഴക്കും വേണ്ട, ബാ നമുക്ക് പോകാം, ഇത് അദ്ദേഹത്തിന്റെ കടയല്ലേ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് ഫ്രിഡ്ജോ ടിവിയോ എന്ത് വെച്ചാൽ കൊടുക്കട്ടെ, ബാ 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 നമുക്ക് പോകാം. അപ്പൊ മഹേഷ് പറഞ്ഞു, ബാ നമുക്ക് വേറെ എവിടെന്നെങ്കിലും പോയി മേടിക്കാം, ഇവിടെ ഈ കട മാത്രമല്ല വേറെ എത്ര കടയുണ്ട്, അതുകൊണ്ട് ബാ നമുക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി മഹേഷും കൂടെ സച്ചിനെ വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയത്ത് നമ്മുടെ സുധിക്ക് ഒരു കോള് വന്നു കേട്ടോ. അപ്പൊ സുധി ഫോണിൽ സംസാരിച്ചോണ്ട് അങ്ങ് പോയി കേട്ടോ. അവിടെ നമ്മുടെ ബീരാൻ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ പുറകില്. സുധി പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, ആരാ വിളിച്ചത്? അതെ, ഞാൻ പറഞ്ഞില്ല ഡീലർ, അദ്ദേഹം വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ, നീ ഒരു കാര്യം ചെയ്യേ, ബില്ല് മീരയ്ക്ക് കൊടുത്തിട്ട് ക്യാഷ് മൊത്തം മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീര, ആശ്വാസമായി, ജസ്റ്റ് മിസ്, ഇപ്പം പിടിക്കപ്പെട്ടേനെ, എൻ്റെ പൊന്നു മീര, ഞാനും പേടിച്ചു പോയി, സച്ചി ബീരാനിക്കേനെ കണ്ടിരുന്നെങ്കിലേ, അയ്യോ വീട്ടില് എല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് തന്നെ എന്നെ വാർഷലാക്കിയേനെ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, ബില്ല് കൊടുത്ത് ക്യാഷ് മേടിക്കണമെന്നല്ലേ സുധി പറഞ്ഞത്, എന്ത് ചെയ്യും? അത് പിന്നെ ഞാൻ എന്തെങ്കിലും സുധിയോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ബീരാനിക്ക് എവിടെ? അപ്പം ബീരാനിക്ക് എണീറ്റ് വന്നിട്ട്, അയ്യോ ഞാനിവിടെ ഉണ്ടേ, കുനിഞ്ഞിരുന്ന് മടുത്തു, എൻ്റെ നടുവ് പോയി, എൻ്റെ ഈശ്വരാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് മാറിപ്പോവാണ് കേട്ടോ. അങ്ങനെ മീരയും ശ്രുതിയും ബീരാനിക്കായും അവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ നമ്മുടെ ബീരാനിക്ക പറഞ്ഞു, ആ ഫ്രിഡ്ജ് ഓൺ ചെയ്ത് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു, കുറച്ച് തണുപ്പ് കിട്ടിയേനെ. ഞാൻ പറഞ്ഞതല്ലേ അതിനകത്ത് കയറി ഇരിക്കാന്, അതിനകത്ത് ഓൺ ചെയ്തിരുന്നെങ്കിലേ ഇപ്പൊ ഐസ് കട്ടയായി പോയേനെ നിങ്ങള്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കെന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ മീര പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾ കാരണം ഇവക്കല്ലേ മൊത്തം പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പ്രശ്നം കൂടുകയുള്ളൂ. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാണ്? നിങ്ങൾ ഇവരുടെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്, അതൊന്ന് മനസ്സിലാക്ക്. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണതോ പറഞ്ഞതല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു മുണ്ടെങ്കിലും തലയിൽ കൂടി ഇടണ്ടേ? സീരിയൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടേല് നിങ്ങളെ അവരൊക്കെ കാണില്ലേ, അപ്പം സത്യം പുറത്തു വരില്ലേ? നിങ്ങൾ എന്തൊരു മണ്ടത്തരവീ കാണിക്കുന്നത്. അത് പിന്നെ ഞാന് ജോഷി സാറിന്റെ സിനിമയിൽ അഭിനയിച്ചാലും അവര് കാണില്ലേ? ഏ അപ്പം സത്യം പുറത്തു വരില്ലേ? ഏ അതോ ഇനിയിപ്പം നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ? പിന്നെ എനിക്കറിയാം, ഞാൻ ജോഷി സാറിന്റെ സിനിമയിൽ ഒരിക്കലും അഭിനയിക്കാൻ പോകുന്നില്ലെന്ന്. ജോഷി സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് മേടിച്ചു തരാന്ന് നിങ്ങൾ രണ്ടും കള്ളം പറഞ്ഞതല്ലേ, മാറി മാറി കള്ളം പറയുന്നതല്ലേ. നിങ്ങൾ കള്ളം പറയുന്നത് തന്നെയാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. സച്ചിയുടെ അച്ഛമ്മയുടെ വീട്ടിൽ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഓഡീഷന് വേണ്ടിയൊന്നും ആയിരുന്നില്ല, അഭിനയിക്കാൻ വേണ്ടി, വെറും നാടകത്തിന് വേണ്ടി, വീട്ടിലുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. വീട്ടിലുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്നെ ഇളയച്ചന്റെ വേഷം കെട്ടി നിങ്ങൾ ഇറക്കി, അത്ര വല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നിനും അല്ലെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ വേണ്ട, ഞാൻ ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന്. രണ്ടാമത് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് നീ പറഞ്ഞപ്പം എന്റെ സംശയം ക്ലിയർ ആയതാ, ഞാൻ ഉറപ്പിച്ചതാ. എനിക്കറിയായിരുന്നു എനിക്ക് നാടകത്തിൽ പോയിട്ട്, സിനിമയിൽ പോയിട്ട് നാടകത്തിൽ പോലും അഭിനയിക്കാൻ പറ്റില്ലെന്ന്. എന്നെ വെച്ച് നിങ്ങൾ രണ്ടുപേരും വലിയൊരു ഡ്രാമ കളിക്കുക. അപ്പം നമ്മുടെ മീര പറഞ്ഞു, ബീരാനിക്ക അത് പിന്നെ, ഞാൻ അത്രയും മണ്ടനൊന്നും അല്ല മീരെ, മണ്ടനായിട്ട് ചിലപ്പോൾ ഞാൻ അഭിനയിക്കും. ശ്രുതിയുടെ ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലേ? അതല്ലേ വാസ്തവം. അപ്പോഴത്തേക്ക് നമ്മുടെ മീരയും ശ്രുതിയും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ബീരാനിക്ക പറഞ്ഞു, ഞാൻ ഇതൊക്കെ മുന്നേ മനസ്സിലാക്കിയായിരുന്നു, പിന്നെ ഞാന് ചുമ്മാ അങ്ങ് മൈൻഡ് ചെയ്യാതെ ഇരുന്നതല്ലേ, ഈ കള്ളക്കളി എവിടെ വരെ പോകുമെന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്ന്. വേണ്ട, ഒന്നും പറയണ്ട, നിർത്ത്, എനിക്ക് ഒന്നും അറിയുകയും വേണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട, നീ ഒന്നും വിശദീകരിക്കുകയും വേണ്ട. എന്നെ മണ്ടനാക്കി, മണ്ടൻ. സച്ചിനെ രേവതിനെ കണ്ടപ്പം നീ വല്ലാണ്ട് പേടിച്ചു, വിറച്ചു, പരിഭ്രമപ്പെട്ടു. നീ മറച്ചു വെക്കുന്നത് ചെറിയ കാര്യമല്ലാന്ന് എനിക്ക് മനസ്സിലായി മോളെ, ചെറിയ കാര്യമല്ല നീ മറച്ചു വെക്കുന്നത്. അതെന്ത് കാര്യമാണെന്നൊന്നും തിരക്കണ്ട, ഒരു കാര്യവും എനിക്കില്ല. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറെ സഹായം ചെയ്തവളാ ഈ നിൽക്കുന്ന മീര. ഇവള് പറഞ്ഞാല് ഞാൻ എന്ത് കേൾക്കും. ഇവള് എനിക്ക് പെങ്ങളെ പോലെയാ. ഇതുവരെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് മീരേനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് നിങ്ങള് മറ്റാരോടും പറയരുത്. മറ്റാരോട് പറയാം? ആരോടും പറയുന്നില്ല, എനിക്ക് ആരോടും പറയണ്ട, ഒരാവശ്യവും ഇല്ല. പിന്നെ നിന്റെ ജീവിതത്തില്
പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതി. നിന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഒരു കുടുംബജീവിതം തകർക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ നമ്മുടെ മീര പറഞ്ഞു, ചെയ്തു തന്നെ ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് ബീരാനിക്ക, താങ്ക്സ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക പറഞ്ഞു, എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്തോണം, എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, വരട്ടെ എന്ന് പറഞ്ഞ് ബീരാനിക്ക ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ബീരാനിക്ക നല്ലൊരു ഉപദേശം ഉപദേശിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. കാരണം ബീരാനിക്കയ്ക്ക് അറിയാം, ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ജീവിതം കോഞ്ഞാട്ടയാകും എന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ഉപദേശമൊക്കെ ഉപദേശിച്ചിട്ട് നമ്മുടെ ബീരാനിക്ക പോകുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.